ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൂടി ചേരുന്നുണ്ട്. മധു, യുദ്ധം എന്ന് അവസാനിക്കുമെന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു ഉത്തരം. അതാണ് അതിൽ ഒരു ഉത്തരം പറയേണ്ടത് ഒരുപക്ഷെ അമേരിക്കയും ഇസ്രയേലും തന്നെയാണ്. അവരാണല്ലോ യുദ്ധം തുടങ്ങി വെച്ചത്. ഐക്യരാഷ്ട്രസഭയിൽ രക്ഷാസമിതിയിൽ യോഗത്തിനിടെ ഇറാന്റെ ആണവ ലക്ഷ്യത്തെ ചൊല്ലിയുള്ള തർക്കം അമേരിക്കയും റഷ്യയും ചൈനയും തമ്മിൽ വലിയ വാക്പോരുണ്ടായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്താണ് ഇത് സംബന്ധിച്ച് ഏറ്റവും പുതുതായി പ്രേക്ഷകർക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഗോകുൽ, ദിൽന. എല്ലാം ശ്രദ്ധയും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വരുന്നത്. കാരണം റഷ്യയും ചൈനയും ഇറാനും അമേരിക്കയും എല്ലാം ഈ സുരക്ഷാ കൗൺസിൽ ഉള്ളത് കൊണ്ട് തന്നെ അവർ തമ്മിലുള്ള വാക്പോരുകളും ഓരോ ദിവസവും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾ നടപ്പിലാക്കുന്നതിനായിട്ട് രൂപീകരിച്ച 1737 കമ്മിറ്റിയുടെ പ്രവർത്തനം തടയുവാൻ റഷ്യയും ചൈനയും ഇന്ന് ശ്രമിച്ചെങ്കിലും മറ്റ് 11 രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി അമേരിക്കയ്ക്ക് ഇതിന്ന് മറികടക്കും സാധിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ എല്ലാ അംഗരാജ്യങ്ങളും ഇറാനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്തണമെന്നാണ് US അംബാസഡർ മൈക്ക് വാൾസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മിസൈൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം നിരോധിക്കണമെന്നും ഇറാനുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സാമ്പത്തിക സോഴ്സുകൾ എല്ലാം മരവിപ്പിക്കണമെന്നും അദ്ദേഹം കൗൺസിലിനോട് ആവശ്യപ്പെട്ടു. അതേസമയം ഇറാനെ സംരക്ഷിക്കാനാണ് റഷ്യയും ചൈനയും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം അമേരിക്കയുടെ ഒരു പ്രസ്താവനയായിട്ട് പറയുകയും ചെയ്തു. അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ലോകമെമ്പാടും അനാവശ്യമായ പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണെന്നാണ് ഇതിന് തിരിച്ചടിയായിട്ട് റഷ്യൻ അംബാസഡർ വാസ്ലി നെവൻസെ ആരോപിച്ചത്. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നതായിട്ട് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഒരു റിപ്പോർട്ടിലും സ്ഥിരീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇറാന്റെ പ്രതികരണം ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായിട്ടും സമാധാനപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്കായിട്ടുള്ളതാണെന്നാണ് ഈ ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ അംബാസഡർ കൂടിയായ അമീർ സയ്യിദ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇറാനെതിരെ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന ഒരു ഉപരോധത്തെയും ഇറാൻ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുകയും ചെയ്തു. അതേസമയം നെതന്യാഹു ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായി പൊതു സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ മുൻനിര ആണവ ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടതായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെടുന്നു. അതുപോലെ IRGCയുടെ പാരാമിലിറ്ററി വിഭാഗവും ഇതിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയതായിട്ട് അദ്ദേഹം പറയുന്നു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുസ്തഫ ഖൊമേനി വെറും ഒരു പാവം മാത്രമാണെന്ന് പരിഹസിച്ചു. അതുമാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ടി ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുവാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞു. നമുക്ക് ഏറ്റവും ആശങ്കയുള്ളവ ഇത് അന്താരാഷ്ട്ര വിപണിയിൽ എങ്ങനെയാണ് എണ്ണവില പോകുന്നതാണ്. ഇന്നും വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള എണ്ണ സൂചികയായ ബ്രെന്റ് ക്രൂഡ് ഇന്ന് വീണ്ടും ബാരലിന് $100 കടന്നിരിക്കുകയാണ്. അതേസമയം ഈ ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് US നാവികസേന സുരക്ഷാ അകമ്പടി നൽകുമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറയുകയും ചെയ്തിട്ടുണ്ട്. ദിൽന, ഗോകുൽ. തീർച്ചയായും അതാണ് അന്താരാഷ്ട്ര ചർച്ചകൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസികളിലൊക്കെ ഉണ്ടാകുന്ന ചർച്ചകളിൽ ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നത്. അതിലൊരു ഫ്രൂട്ട്ഫുള്ളായ ഒരു തീരുമാനത്തിലേക്കോ ഒരു പിന്നോട്ട് പോക്കിലേക്ക് രാജ്യങ്ങളെ പ്രേരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിന് മാത്രമല്ല 250 സംഘടനകൾ അമേരിക്കയിലെ തന്നെ ഈ യുദ്ധത്തിനുള്ള ഫണ്ടിങ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ എണ്ണവില കൂടുന്നതും ഈ സാമ്പത്തിക മേഖലയിലെ തിരിച്ചടി, ഓഹരി വിപണിയിലെ തിരിച്ചടിയൊക്കെ അമേരിക്കയിൽ വലിയ മുറിവുറുപ്പുണ്ടാക്കുമ്പോഴും അങ്ങനെ ആക്രമണങ്ങൾ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.